സി പി എമ്മിന് തുടർഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം പ്രശ്നത്തിലാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ വി എസിൻ്റെ മകനായിരിക്കുമെന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട്. അത് ശരിയാണോ സർ? അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. അതിൽ പ്രധാന കാര്യം അവിടെ രണ്ട് ജീവനക്കാർ രണ്ട് സംഘടനകളുണ്ട്. രണ്ടും CPM അനുകൂലികളിലാണ്. ഒരെണ്ണത്തിന് നയിക്കുന്നത് PK ബിജു ആണ്. പഴയ SFIയുടെയും DYFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻറ്റും MP ഒക്കെ ആയിരുന്ന ആൾ. ഇപ്പോഴും അദ്ദേഹം കേരളത്തിലെ CPMൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, സ്റ്റേറ്റ് സെക്രട്ടറി മെമ്പറാണ്. ദാറ്റ് മീൻസ് പിണറായിയൊക്കെ ഏറ്റവും അടുപ്പമുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് സംഘടനയ്ക്കകത്ത്. അപ്പോൾ അദ്ദേഹം നയിക്കുന്ന യൂണിയനാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം അവിടെ ഒരു ഡോക്ടർ വിനു തോമസിനെ ഹരാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആരോപണം വന്നിരിക്കുന്നത്. PK ബിജുവിൻ്റെ PK ബിജു നയിക്കുന്ന യൂണിയനുണ്ട്, വേറെ യൂണിയൻ, രണ്ടും പ്രോ CPM ആണ്. അപ്പോൾ ബിജുവിൻ്റെ യൂണിയനാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, ഈ ഡോക്ടർ ബിനു തോമസിനെ ഹരാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് തുടർഭരണം വരികയാണെങ്കിൽ ഈ ഇതൊരു ഇഷ്യൂ ആ സമയത്ത് വരും. കാരണം ഇതിപ്പോൾ ഒരുപക്ഷെ ഇലക്ഷനോടനുബന്ധിച്ച ദിവസങ്ങളിലായിരിക്കാം ഈ ബിനു തോമസിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ഗവൺമെൻറ് ഡിസിഷൻ എടുക്കില്ലല്ലോ. അപ്പോൾ അത് ഇലക്ഷൻ കഴിഞ്ഞ് ഇവർ തുടർഭരണം വരികയാണെങ്കിൽ അതിന് സാധ്യതയുണ്ട്. അപ്പോൾ UDF വരികയാണെങ്കിലും UDFനും നടപടി എടുക്കാവുന്നതാണ്. അവരെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ ആദ്യം മുതൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസിനെ പറ്റിയിട്ട് ധാരാളം സ്കെപ്റ്റിസിസം ഉണ്ടായിരുന്നു. സ്കെപ്റ്റിസിസം ഒക്കെ ഉണ്ടായിരുന്നു അരുൺകുമാറിന്. ഇത് ഡയറക്ടർ ആകുമ്പോഴല്ല, അതല്ലാതെയുള്ള ചുമതലയിൽ ഇരിക്കുന്ന കാലത്താണ് അഡീഷണൽ ഡയറക്ടറോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിന് ഇതിനാവശ്യമായ ക്വാളിഫിക്കേഷൻ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്ന് ആരോപണം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു തർക്കം വരുമ്പോൾ അതെല്ലാം പൊങ്ങി വരാം. കാരണം ഇപ്പോൾ ഒരാൾക്കെതിരെ ഒരു സംഘടനയോ ഒരു വ്യക്തിയോ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ റൂട്ട് മുഴുവൻ മാന്തി എടുക്കുമല്ലോ. ഇപ്പം സർഫസിൽ കാണുന്ന മാത്രമായിരിക്കില്ല അവർ ഉന്നയിക്കുന്ന ഇഷ്യൂ, പഴയ ഇഷ്യൂ കൊണ്ടുവരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ VSൻ്റെ അനുകൂലികളായിട്ടെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ആരും ഇല്ലല്ലോ. VS ജീവിച്ചിരിക്കുമ്പോൾ പോലും VSൻ്റെ അനുകൂലികളായിട്ടില്ല. ഉണ്ടായിരുന്നവരൊന്നുമില്ലെങ്കിൽ കളത്തിന് പുറത്തായി, അല്ലെങ്കിൽ അവരെല്ലാം പിണറായി വിജയനോട് അടുത്തായിരുന്നു. സ്വന്തമാണ് പിണറായി വിജയനോട് വശത്തോട് അടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഗോവിന്ദപിള്ള സാർ കൊണ്ട് പറഞ്ഞ പോലെ ഒരു തുള്ളി കണ്ണീര് പോലും ഒഴിക്കാൻ ആരും ഉണ്ടായിന്ന് വരില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ. അപ്പോൾ അത് പക്ഷേ CPMന് അങ്ങനെ ഒരു നീക്കം ചെയ്യാൻ പറ്റും. കാരണം VSന് പത്മ പുരസ്കാരം പറഞ്ഞിരുന്നു. അതിൽ നിന്ന് പോലും ആ കുടുംബത്തെ മാറ്റി നിർത്തിയത് സ്ഥാനാർത്ഥി പട്ടമൊക്കെ കൊടുക്കാം എന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ എല്ലാം കൊണ്ടും ഏറ്റവും പരമോന്നത ബഹുമതികളിൽ ഒന്നാണല്ലോ പത്മ പുരസ്കാരം. ആ പത്മ പുരസ്കാരം പോലും വാങ്ങരുത് എന്നുള്ള നിഷ്കർഷിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. അതവരനുസരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്, അല്ലെങ്കിൽ VSൻ്റെ കുടുംബത്തിനോടും VSനോടും ചെയ്യുന്ന മോശമായ, അല്ലെങ്കിൽ ഏറ്റവും മ്ലേച്ഛമായ രീതിയിലുള്ളൊരു കാര്യമായി മാറില്ലേ? അത് അപമാനിക്കുകയല്ലേ ശരിക്കും? അപമാനിക്കുകയാണ്, അത് മാറാം. പക്ഷേ ഈ CPMൽ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം അനുസരിച്ച് പിണറായി വിജയൻ തന്നെയാണ് CPM. കേരളത്തിലെ CPM അല്ല. ഇനി ഡൽഹിയിലൊരു ഓഫീസൊക്കെ ഉണ്ടല്ലോ, അഖിലേന്ത്യാ സംഘടന എന്ന് പറയുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ ഓഫീസുള്ളതുകൊണ്ട്. പക്ഷേ ഡൽഹിയിലെ ഓഫീസിൽ അവിടെ ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നാണ് വെപ്പ്. ഇവരൊക്കെ ഉണ്ടെങ്കിലും സംഘടന എന്ന് പറഞ്ഞാൽ അവസാന വാക്കാരുടെ പിണറായി വിജയൻ്റെയാണ്. അപ്പോൾ പിണറായി വിജയൻ ആ സമയത്ത് ഇയാളോടൊരു അനുകമ്പ തോന്നുകയാണെങ്കിൽ ഈ നിയമം ഒന്നും പ്രശ്നമായിരിക്കില്ല, PK വിജയനോടും ഉണ്ടായിരിക്കാൻ പറയും. പക്ഷേ ഇയാൾക്ക് അങ്ങനെയൊന്നും ഇല്ല. തൽക്കാലം പത്മവിഭൂഷൺ പിൻവലിപ്പിക്കാൻ സാധിച്ചു, അപ്പോൾ സംഘടന വിജയിച്ചു അവിടെ. അതിനപ്പുറം ഇദ്ദേഹത്തിനോട് സോഫ്റ്റ് കോർണറൊന്നും ഇല്ലയെന്നിരിക്കട്ടെ അരുൺകുമാറോട്. അങ്ങനെയാണെങ്കിൽ PK ബിജു പറഞ്ഞ പോലെ പോയാൽ പോലെ. ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം എന്ന് പറയുന്നത് ഗവർണറാണ്. ഗവർണർ RSS പ്രതിനിധി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ആർക്കൊപ്പമായിരിക്കും ഗവർണറുടെ നിലപാട്? നമ്മുടെ ഇപ്പോൾ ഈ രണ്ട് ഗവർണർമാരും ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോഴത്തെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടുപേരായാലും
അവരങ്ങനെ RSS പ്രതിനിധി എന്നൊക്കെ അവർ പറയുമെങ്കിലും അവർ രണ്ടുപേരും RSSകാർ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോഴത്തെ ഗവർണർ പ്രത്യേകിച്ച്, മറ്റേ ഗവർണർ RSSകാരനായി എന്ന് പറയാം, ഓക്കെ, RSS അനുഭാവിയായിട്ട് മാറി. ഇപ്പോഴത്തെ ഗവർണർ ഹാർഡ് കോർ RSSകാരൻ തന്നെയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും നടപടി എടുത്തിട്ടുള്ള എപ്പോഴും ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതേവരിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കാര്യങ്ങൾ. ഏത് നടപടിയാണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആണ്. നാളെ വേറൊരാൾക്ക് അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല. അവർ ഒരു പ്രോ RSS തീരുമാനം എടുത്തുവെന്നോ ഫേവറിറ്റിസം കാണിച്ചെന്നോ ഈ രണ്ട് ഗവർണർമാർക്കെതിരെ പറയാൻ പറ്റില്ല. അവർ തെറ്റിനോട് തെറ്റെന്നതിൻ്റെ തന്നെ അവർ പറയാം. നമ്മൾ സാറിന് ഇംഗ്ലീഷ് ഒരു ചൊല്ലി പറയില്ലേ, കോൾ എ സ്പേഡ്, കോന്താരിയെ കോന്താരി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ, അതേപോലെ തെറ്റിന് തെറ്റെന്നും ശരിയെ ശരിയെന്നും പറയുന്ന ഗവർണർമാരാണ്. അതുപോലെ കണിശതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ അരുൺകുമാറിൻ്റെ നിയമനത്തിൽ ഈ ക്വാളിഫിക്കേഷൻ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടി വരും. ഇപ്പോൾ വൈസ് ചാൻസലർമാരെ വരെ ഇറക്കി വിട്ടിട്ടില്ലേ കേരളത്തിൽ? ചില ആൾക്കാരൊക്കെ ചില പൊസിഷനിൽ വരാൻ ഇപ്പോൾ തടഞ്ഞു നിർത്തിയിട്ടില്ല. അതാണല്ലോ ഇവർ രണ്ടുപേരോടും ദേഷ്യമുള്ളത്. ഈ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അരുൺകുമാറിനെതിരെ. അപ്പോൾ അരുൺകുമാറിനെയാണ് സ്വാഭാവികമായും അങ്ങനെ വളരെ കണിശമായ രീതിയിൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ കേടുപാട് സംഭവിക്കാനുള്ളത് അരുൺകുമാറിനാണ്. ആ സമയത്ത് CPMന്റെ സംരക്ഷണം അരുൺകുമാറിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള ബന്ധം മറ്റുപോകില്ല. ഇപ്പോഴും അങ്ങനെ ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമോ? അരുൺകുമാർ ആ കുടുംബം ഉണ്ട്. VSന് ഒരിക്കലും ഒരു ദയ കാണിച്ചിട്ടുള്ള ആളല്ലല്ലോ CM, ഒരിക്കലും അല്ല. ഏതൊക്കെ രീതിയിൽ ആ മനുഷ്യനെ അപമാനിക്കാവുന്ന അതൊക്കെ ചെയ്തിട്ടുണ്ട്. കടയിൽ കണ്ട കുട്ടി കടലിലെ വെള്ളം കൊണ്ടൊന്ന് ബക്കറ്റിലെടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ തിരമാലയില്ല എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കൽ. പിന്നെ കോട്ടയത്ത് സമ്മേളനം നടക്കുമ്പോൾ VS കയറി വന്നപ്പോൾ സിന്ദാബാദ് വിളിച്ചപ്പോൾ ഇത് ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേള എല്ലാമെന്നും പറഞ്ഞിട്ടുള്ള ഇതൊക്കെ പ്രത്യക്ഷത്തിൽ ആളുകളുടെ മുന്നിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാളെ അപമാനിക്കാനായിട്ട് പ്രത്യക്ഷത്തിൽ. മരണത്തിന് ശേഷം അപമാനം തന്നെയാണ് കൊടുക്കുന്നത്. അത് അത്രയുള്ളൂ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും 100% മെറ്റീരിയലിസത്തിലുള്ള അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ തത്വമാണ്, അവരുടെ എന്താ പറയുക, അവരുടെ ഫിലോസഫി അതാണ്, മെറ്റീരിയലിസമാണ്. ഇപ്പോൾ മെറ്റീരിയലിസം ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ സാധാരണ പറയും മരിച്ച ഒരാളെ പറ്റി കുറ്റം പറയാൻ പാടില്ല. അത് സാമാന്യ ജനങ്ങളുടെ വികാരമാണ് പറയുന്നത്. അല്ലെങ്കിൽ വയസ്സായ ഒരാൾ, വയ്യാണ്ട ഒരാളെ പറ്റി കുറ്റം പറയാൻ പാടില്ല, എല്ലാവരോടും ദയ കാണിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഒരു മെറ്റീരിയലിസ്റ്റിക് രൂപത്തിലുള്ള ഒരു ഫിലോസഫി അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ളൊരു തത്വശാസ്ത്രം കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. പിന്നെ വേറൊന്ന്, ഇപ്പം ഇദ്ദേഹം വഹിക്കുന്ന തസ്തികയിൽ നിന്ന് മാറ്റിയിരിക്കട്ടെ പറയാം. അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് എന്താ ഭീഷണി? അതിൻ്റെ പേരിൽ ഒരു ഭീഷണിയില്ല. ചിലപ്പോൾ അവരുടെ വീട്ടിൽ മുച്ചൂടും ആ ഒരു കുടുംബത്തെ, VS എന്ന് പറയുന്ന ആശയത്തെ, VS എന്തൊക്കെ പറഞ്ഞാലും വികസനത്തിനൊക്കെ എതിരെ നിന്നിട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോഴും പാർട്ടി എന്ന് പറയുന്നത്, പാർട്ടിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ VS തന്നെയായിരുന്നു. അതിനെക്കുറിച്ചുള്ള ലഘുലേഖകളായിക്കോട്ടെ, കുറിപ്പുകളായിക്കോട്ടെ, എന്ത് പുസ്തകം ഇറക്കുമ്പോഴും VS എന്ന് പറയുന്ന ഭാഗം പോലും ഇല്ലാതെ, VS പാർട്ടിയുടെ ചരിത്രത്തിൽ പോലും ഇടമില്ലാത്ത രീതിയിൽ VSനെ ഇല്ലാതെയാക്കുക എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ പിണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ശരിയാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ആണിക്കല്ലടിക്കലായി മാറില്ലേ? അതാവും അത് സംഭവിക്കാം. പാർട്ടിക്ക് സാറ് പറഞ്ഞതുപോലെ പാർട്ടിക്ക് നഷ്ടമായില്ല. കാരണം VS ഇല്ല. ഇപ്പോൾ VS ഇല്ല. VSന്റെ ആശയങ്ങളോട് എന്താ പറയുക, സമരസപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആശയങ്ങൾ ഉള്ളിൽ പേറുന്ന ഒരുപാട് പേരുണ്ട്. അത് ഒരു പക്ഷേ പിന്തുടർന്നും അത് കൊണ്ടുപോകാനായിട്ട് അരുൺകുമാറിന് സാധിക്കുകയുമില്ല. ആ ഒരു കേപ്പബിലിറ്റി അരുൺകുമാറിന് ഇല്ല. സംഘടനാപരമായിട്ട് പാർട്ടി പ്രവർത്തനത്തിലൊന്നും അയാളുടെ കഴിവ് തെളിയിച്ചില്ല, അയാൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ പോലും ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഏറ്റവും ഒടുവിലുള്ള ഒരു ആണിക്കല്ലടിയാണ്. കാരണം ഈ VS ഇല്ല,
പൂർണ്ണമായും വി എസോ വി എസിൻ്റെ കുടുംബമോ മകനിലൂടെ ഏതെങ്കിലും ഒരു പദവിയിലൂടെ പോലും വി എസ് എന്ന് പറയുന്ന ഭാഗം ഇല്ലാതെ ആവുകയല്ലേ? അതൊരു 100% വി എസ് തമസ്കരണത്തിൻ്റെ ഭാഗവും അത്. ആ തമസ്കരണം എന്ന് പറഞ്ഞാൽ ചില പകയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. പണ്ട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചാലും ഞാനത് മറക്കില്ല. അയാൾ പിന്നത്തെ തലമുറയുടെ മേലെ മാവാം മാക്സിമം ശ്രമിക്കും. ഇപ്പോൾ പത്മവിഭൂഷൺ സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഈ പാവം എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തത്. ഒരുപക്ഷെ ഒരു സേഫായുള്ള അസംബ്ലി സീറ്റായിരിക്കാം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. വെറുതെ മത്സരിച്ചിട്ട് തോറ്റിട്ട് കാര്യമില്ല. അപ്പോൾ ആ ജോലിയും പോവും, പിന്നെ ജയിക്കുമില്ല. കാരണം അത് സർക്കാർ ജോലി പോലെ ആയതുകൊണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ റിസൈൻ ചെയ്യേണ്ടി വരും മത്സരിക്കുന്നതിന് മുമ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. IHRDയുടെ അപ്പോൾ സേഫ് സീറ്റ് കൊടുക്കണമായിരുന്നു. സേഫ് സീറ്റ് കൊടുത്താൽ അത് മത്സരിക്കാനാണ് തയ്യാറാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ബാക്കി. അപ്പോൾ അരുൺകുമാറിനെ സംബന്ധിച്ച് അരുൺകുമാറിനെതിരെ ഇവരൊരു നടപടി എടുത്താൽ മാക്സിമം എന്താ, അരുൺകുമാർ, വൈഫ്, അമ്മ, ഇത്തരം ആൾക്കാരുടെ വോട്ട് ചിലപ്പോൾ നഷ്ടപ്പെടുമായിരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ മകളുണ്ട് അല്ലേ, മകളുടെ ചിലപ്പോൾ വോട്ട് പോയി എന്നിരിക്കും. അതിൽ കവിഞ്ഞ വലിയ പൊളിറ്റിക്കൽ സീനിൽ എന്താ സംഭവിക്കാൻ പോണത്? വി എസ് എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ഒരു 6 കൊല്ലമായിട്ടെങ്കിലും, കാരണം അദ്ദേഹത്തിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കിയിരുന്നെങ്കിലും അദ്ദേഹം ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹം എന്തെങ്കിലും ഒരു സാധനം ചെയ്തതായിട്ട് ആർക്കും അറിവില്ല. എല്ലാ ക്യാബിനറ്റ് റാങ്കിൽ കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീടുണ്ടായിരുന്നു, കാറും സൗകര്യങ്ങളും, സെക്രട്ടേറിയറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെക്രട്ടേറിയറ്റിന് പണിയുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ യാതൊരു രീതിയിൽ ഒരു ആ കാലത്ത് ഉപയോഗിച്ചിട്ടില്ല. വേണ്ടാന്ന് തന്നെയായിരുന്നു തീരുമാനം, ഉപയോഗിക്കേണ്ട എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വിസ്മൃതനാണ്, വിസ്മൃതിയിലാണ്ട് പോയ ഒരാളാണ്. പിന്നെ പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഇവർ പാർട്ടി ഓഫീസിലൊക്കെ ചിലപ്പോൾ ഒരു പടമൊക്കെ ഉണ്ടായിന്ന് വരും. അല്ലാതെ പാർട്ടിയിൽ വന്നിരിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടൊന്നും പറയാൻ പോകില്ലല്ലോ. ഭയമായിരിക്കും, അവർ പറയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പതുക്കെ ആൾക്കാർ മറന്നു പോകും. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുടിചൂടാമന്യന്മാരായി എത്ര നേതാക്കന്മാരോട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആർ ശങ്കർ ഉണ്ടായിട്ടില്ലേ? പനമ്പള്ളി പോകുന്നവൻ ഉണ്ടായിട്ടില്ലേ? അല്ലേ, പനമ്പള്ളി പോകുന്നവൻ ആർ ശങ്കർ. ഒന്നും വേണ്ട, കേന്ദ്രമന്ത്രിയായിരുന്ന AC ജോർജ്, എടപ്പള്ളിക്കാരൻ. അവരെയൊക്കെ പേരാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ചിലപ്പോൾ 5-6 കൊല്ലം കൂടുമ്പോൾ ആരെങ്കിലും ഒരാളോ നമുക്ക് എന്തെങ്കിലും നടത്തണ്ടേ എന്ന് പറഞ്ഞാൽ അനുസ്മരണ ദിനം നടത്തിയിരിക്കും. അതൊന്നും നടത്തണ്ടെങ്കിൽ നമ്മൾ പത്രത്തിൽ കാണണ്ട. ഇപ്പോൾ അതൊന്നും നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മരിച്ചു പോയി അല്ലെങ്കിൽ സംഘടനയിൽ ഒന്നുമില്ലാതാക്കി കഴിയുമെങ്കിൽ ആളെ പിന്നെ ഓർക്കുന്ന ഒരു പാർട്ടിയിലും ഉണ്ടാവില്ല. അതുകൊണ്ട് CPM അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.